Okay. Good morning. Okay, Manisha. Yes. Okay, Manisha. Sharanya Ragesh. Sharanya. Yes. Alan Dole and Remedy Chandler. Aditya Srikumar. Aditya Srikumar. Okay. Yes. Very good. Yes, then Alan Dole and Remedy Chandler. Now, Shakinalo. Shadia. Yes, upon the passive voice, discussing passive voice. The mother tends to for outside bishop. Upon the initiation, passive voice. Another initiation or the ഞാനും അവരും തമ്മിൽ ഇംഗ്ലീഷിൽ ഇങ്ങനെ 1 മണിക്കൂറോളം സംസാരിച്ചുകൊണ്ടിരുന്നു. അവർക്കും അത് ഭയങ്കര കാര്യമായിരുന്നു. ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റുന്ന അവസരം അവരത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയായിരുന്നു കുറച്ച് ക്ലാസ്സുകൾ പോയി. യെസ്. അപ്പൊ ഇപ്പൊ നമ്മള് വീണ്ടും പാസീവ് വോയിസിന്റെ ബാക്കി പറയും. യെസ്, പാസീവ് വോയിസിന്റെ ബാലൻസ് ആണ്. യെസ്. യെസ്, നമുക്ക് നോക്കാം. ഒരു വാചകം ഞാൻ പറയാം, നിങ്ങൾ അതൊന്ന് എഴുതുക. I took TWK, took the medicine,
DICINE. I took the medicine. Yes. ഒരു വാചകം നമ്മൾ ചെയ്യുന്നില്ല. I took the medicine. നമുക്ക് ആദ്യം അറിയേണ്ടത് ഈ വാചകത്തിന്റെ ടെൻസ് ഏതാണ് നമ്മൾ അറിയാം. നമ്മൾ പറഞ്ഞ ആ 9 ടെൻസിൽ ഏത് ടെൻസിലാണ് ഈ വാചകം വരുന്നത് എന്ന് പറയുന്നത്. ആർക്കെങ്കിലും പറയാമോ? സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ. ഹി ടുക്ക് മെഡിസിൻ എന്ന് പറയുമ്പോൾ ഏത് ടെൻസിലാണ് വന്നിട്ടുള്ളത് എന്ന് പറയാം. ആർക്കും പറയാം. യെസ്. അപ്പൊ ആരും പറയാത്തതുകൊണ്ട് ഞാൻ തന്നെ പറയാം. ഇത് വന്നിട്ടുള്ളത് സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്ന ടെൻസിലാണ്. അതെങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചാൽ സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, ഐ സബ്ജക്റ്റ്, ടേക്ക് പ്രസന്റ് ടെൻസ് ആണ്, അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ടുക്ക്. അല്ല, അപ്പൊ സബ്ജക്റ്റും പിന്നെ വെർബിന്റെ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ നമുക്ക് പറയാം ഇത് ഏത് ടെൻസ് ആണ്? സിമ്പിൾ പാസ്റ്റ്. ഓക്കെ, തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ അതിനെ നമ്മൾ പാസീവ് വോയിസിലോട്ട് മാറ്റുമ്പോൾ തന്നിരിക്കുന്ന വാചകത്തിൽ നിന്ന് ആദ്യം ഓബ്ജക്റ്റ് കണ്ടുപിടിക്കണം. പലരുടെയും എഴുതും ആദ്യം ഓബ്ജക്റ്റ്, OBJECT ഓബ്ജക്റ്റ്. അതിനുശേഷം ഒരു പ്ലസ് ഇട്ടിട്ട് വാസ് അല്ലെങ്കിൽ വർ, വാസ് അല്ലെങ്കിൽ വർ, വാസ് സ്ലാഷ് വർ. അത് കഴിഞ്ഞതിന് ശേഷം വി വെർബ്, ആ വെർബിന്റെ ബ്രാക്കറ്റില് PP പാസ്റ്റ് പാർട്ടിസിപ്പിൾ അല്ലെങ്കിൽ V3 വെർബിന്റെ മൂന്നാമത്തെ എഴുതിട്ട് PP എന്ന് എഴുതിയാലും മതി, V3 എന്ന് എഴുതിയാലും. അപ്പൊ ഞാൻ പറയാം, ആദ്യം ഓബ്ജക്റ്റ് കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞതിന് ശേഷം ഒന്നുകിൽ വാസ് എഴുതണം അല്ലെങ്കിൽ വേറെ, പിന്നെ വെർബ് എഴുതണം. ആ വെർബിന്റെ മൂന്നാമത്തെ ഫോം. യെസ്, നമുക്ക് ഇവിടെ നോക്കാം. ഓബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? തന്നിരിക്കുന്ന വാചകത്തിൽ വാട്ട് ഓർ ഹൂം, എന്ത് അല്ലെങ്കിൽ ആരെ എന്ന ചോദ്യത്തിന് ലഭിക്കുന്ന ഉത്തരത്തെയാണ് എന്ത് പറയുന്നത്? ഓബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഐ ടുക്ക് മെഡിസിൻ, ഞാൻ മെഡിസിൻ കഴിച്ചു. എന്ത് കഴിച്ചു? മെഡിസിൻ. മെഡിസിൻ ആണ് ഇതിന്റെ ഓബ്ജക്റ്റ്. അത് ആദ്യം മെഡിസിൻ ഓബ്ജക്റ്റ് എഴുതി. ഇനി വേണ്ടത് വാസ് അല്ലെങ്കിൽ വേറാണ്. മെഡിസിൻ എന്നാ പറഞ്ഞിട്ടുള്ളൂ, മെഡിസിൻസ് എന്ന് പറഞ്ഞിട്ടില്ല. മെഡിസിൻ എന്ന് പറയുമ്പോൾ സിംഗുലർ ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പൊ വാസ് ഉപയോഗിക്കും. മെഡിസിൻ വാസ്. യെസ്. പിന്നെ വേണ്ടത് വെർബിന്റെ മൂന്നാമത്തെ ഫോമാണ്. ടേക്ക് പ്രസന്റ് ആണ്, അതിന്റെ പാസ്റ്റ് ആണ് ടുക്ക്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താണ്? മൂന്നാമത്തെ ടേക്കൺ. അപ്പൊ മെഡിസിൻ വാസ് ടേക്കൺ. ഇതാണ് ഇതിന്റെ ആൻസർ. മെഡിസിൻ വാസ് ടേക്കൺ. അപ്പൊ എവിടെയെങ്കിലും വാസ് അല്ലെങ്കിൽ വേറെ കഴിഞ്ഞിട്ട് വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ കാണുമ്പോൾ നമ്മൾ ആലോചിക്കണം, മനസ്സിലാക്കണം, ഇത് സിമ്പിൾ പാസ്റ്റായ വാചകമായിരുന്നു. അതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റി എഴുതിയിട്ടുള്ളതാണ് ഇത്. യെസ് എന്നുള്ള കാര്യം നമ്മളൊന്ന് ആലോചിക്കണം. സിമ്പിൾ അല്ലേ? എളുപ്പമല്ലേ? എളുപ്പം. ഞാൻ പറയാം, ഒന്നുകൂടി പറയാം. സിമ്പിൾ പാസ്റ്റ് ആണ് തന്നിരിക്കുന്ന വാചകമെങ്കിൽ ഓബ്ജക്റ്റ് കണ്ടുപിടിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം വാസ് അല്ലെങ്കിൽ വേറെ ചേർക്കുക. പിന്നെ വെർബ് എഴുതുക. ആ വെർബിന്റെ മൂന്നാമത്തെ ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതുക. പിന്നെ ഐ എന്നുള്ളത് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു മീ എന്ന് മാറ്റുക. MEE. ഐക്ക് പകരം അവിടെ ബി ആയിരുന്നുവെങ്കിൽ, WE ആയിരുന്നെങ്കിൽ അതിന് അസ് എന്ന് മാറ്റുക. ഇത് മാറ്റണം, US അസ്. ഇനി വിക്ക് പകരം അവിടെ THEY ദേ എന്നായിരുന്നെങ്കിൽ THEY ദേ, അത് ദം എന്ന് മാറ്റിയത്.
THEM എന്ന് മാറ്റിയത്. യെസ്, ഓക്കെ. അപ്പോ ഇനി ദേക്ക് പകരം അവിടെ ഷീ SH ഷീ എന്നായിരുന്നെങ്കിൽ അതിങ്ങോട്ട് മാറുമ്പോൾ ഹെർ എന്ന് മാറ്റിയത്. HER ഹെർ. യെസ്, ഷീക്ക് പകരം അവിടെ ഹി എന്നായിരുന്നെങ്കിൽ അതിനെ നമ്മൾ ഹിം എന്ന് മാറ്റണം. ഹിം എന്ന് മാറ്റണം. ഓക്കെ, അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം. സെന്റൻസിന്റെ അർത്ഥം ഞാൻ ഒന്നുകൂടി പറയാം. I took medicine. Medicine was taken. I എന്നുള്ള തൊട്ട് ഇങ്ങോട്ട് മാറുമ്പോൾ മീ എന്നായിരുന്നു. അതിന് തൊട്ട് മുന്നില് ഒരു BY ബൈ എന്നോട് ചേർക്കാം. അപ്പൊ എന്ത് വരും? മെഡിസിൻ വാസ് ടേക്കൻ ബൈ മീ. ഇതാണ് കറക്റ്റ്. മെഡിസിൻ വാസ് ടേക്കൻ ബൈ മീ. ഓക്കെ, സിമ്പിൾ അല്ലേ? ഞാൻ വേറൊരു വാചകം പറയാം, മറ്റൊന്നും ചെയ്യാനില്ല. Macbeth, MACBETH, Macbeth killed, KILLAD, killed Duncan, decapitated, DUNCA. Macbeth killed Duncan. Okay. Object കണ്ടുപിടിക്കുക. വാസ് അല്ലെങ്കിൽ വേറെ ചേർക്കുക. യെസ്, ഓക്കെ. സൗമ്യ, Macbeth, MACBETH. ഓക്കെ. Macbeth, very good. Macbeth killed, KILLAD, killed. Macbeth ഒരാളുടെ പേരാണ്. കിൽഡ്, കൊന്നു. കിൽഡ് ഡങ്കൻ, ഡീക്യാപിറ്റേറ്റഡ്, അതും ഒരാളുടെ പേരാണ്. DUNCA. കഴിഞ്ഞോ? എന്നാ വായിക്കാതിദ്യ. Duncan was killed by Macbeth. Correct answer. Duncan was killed by Macbeth. Correct. ഈ ഡങ്കനും മാക്ബത്തും ആരെങ്കിലും അറിയാമോ? അതിന്റെ മാക്ബത്ത് സ്റ്റോറി പഠിക്കാനുണ്ടായിരുന്നു. 8th or 9th. ഷേക്സ്പിയർ എഴുതിയിട്ടുള്ള ഒരു നാടകമാണ് മാക്ബത്ത്. ദുരന്ത പര്യവസാനിയായിട്ടുള്ള നാടകമാണ്.
അപ്പൊ അതിൻ്റെ അകത്ത് സേനാനായകന്റെ പേരാണ് മാക്ബത്ത്. അവിടുത്തെ രാജാവിന്റെ പേരാണ് ഡങ്കൻ. സ്കോട്ട്ലൻഡ് നടക്കുന്ന ഒരു സംഭവമാണ്. സ്കോട്ട്ലൻഡ് രാജാവിന്റെ പേര് ഡങ്കൻ, അവിടുത്തെ സേനാനായകന്റെ പേര് മാക്ബത്ത്. യെസ്. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കാം, ഇപ്പൊ പഠിച്ചിട്ടുള്ളതിന്റെ പേര് സ്ത്രീകൾക്കാണ് പുരുഷന്മാർക്കാണ് ഏറ്റവും കൂടുതൽ ധൈര്യം ആദിത്യം? എന്നാ ക്ലിയർ ആയില്ല. സ്ത്രീകൾക്കാണോ പുരുഷന്മാർക്കാണോ കൂടുതൽ ധൈര്യം? സ്ത്രീകൾക്ക്. സ്ത്രീകൾക്കാണ്. മെൻസിനെക്കാട്ടിയും ഒരു മെന്റലി സ്റ്റേബിൾഡ് സ്ത്രീകളായിരിക്കും മാക്സ്. പക്ഷെ മെൻസ് അത് പുറത്ത് കാണിക്കില്ല. സ്ത്രീകളാകുമ്പോൾ പെട്ടെന്ന് ഭയങ്കരമായിട്ട് ഇങ്ങനെ ധൈര്യം പൊതുവെ സ്ത്രീകൾക്കാണ്. ഞാൻ ഒന്നുകൂടി വിശദീകരിക്കാം. ഒരു കുറ്റകൃത്യം ചെയ്യാനുള്ള ധൈര്യം കൂടുതൽ സ്ത്രീകൾക്കാണ് ആവശ്യം. ഞാൻ ആ വാക്ക് സ്ത്രീകൾക്കാണ്. സ്ത്രീകൾക്കാണ്. മനീഷ എന്ത് പറയുന്നു? മനീഷ, കുറ്റകൃത്യം ചെയ്യാനുള്ള ധൈര്യം ആർക്കെല്ലാം കൂടുതൽ? ഭാര്യക്കാണ് ഭർത്താവ്? ഇപ്പൊ കൂടുതൽ സ്ത്രീകൾക്കാണ്. മുമ്പ് എങ്ങനെയായിരുന്നു? അങ്ങനെയല്ലായിരുന്നു. ഓക്കെ. അപ്പൊ ഈ മാക്ബത്ത് എന്ന് പറയുന്ന നാടകത്തിൽ ഷേക്സ്പിയർ പറയുന്നത് കുറ്റകൃത്യം ചെയ്യുന്ന സമയം വരെ അവിടം വരെ സ്ത്രീകൾക്ക് ഭയങ്കര ധൈര്യം. പക്ഷെ ചെയ്തു കഴിഞ്ഞാൽ അവരതുകൂടി തകർന്നു. പുരുഷന്മാര് അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ചെയ്യുന്നത് വരെ അവർക്ക് ധൈര്യം ഉണ്ടാവില്ല. ഒരു പ്രാവശ്യം ഒരു കുറ്റകൃത്യം ചെയ്താൽ പിന്നെ അങ്ങനെ ചെയ്യാൻ ഭയങ്കര ധൈര്യം. അപ്പൊ ആ ഒരു ഇപ്പോ ഇല്ലാത്ത പോലെ കാണുന്നുണ്ട്. മാക്ബത്തിനോട് ഡങ്കനെ കൊല്ലാനായിട്ട് ലേഡി മാക്ബത്ത് പറയുന്നത് പരാമർശം. ചെന്നുകൊല്ല് രാജാവിനെ കൊല്ലെന്ന് പറയുന്നുണ്ട്. മാക്ബത്ത് പറയുന്നുണ്ട്, എന്താ പറയണേ, നല്ല മനുഷ്യൻ, നമുക്ക് ഒരുപാട് ഉപകാരങ്ങളൊക്കെ ചെയ്ത മനുഷ്യനല്ല, അയാളെ കൊല്ലണ്ട എന്ന് പറയും. അത് കൊല്ലണം, അത് ഒന്നെങ്കിലേ നിങ്ങൾക്ക് രാജാവാൻ പറ്റും, നിങ്ങൾ രാജാവായ എനിക്ക് രാജ്ഞിയാവാൻ പറ്റും. അപ്പൊ അങ്ങനെ നിർബന്ധിച്ച് അങ്ങനെ മാക്ബത്തിനെ കൊണ്ട് ഡങ്കൻ എന്ന് പറയുന്ന രാജാവിനെ കൊല്ലിക്കുക. കൊന്നു എന്നറിയുന്നതോടുകൂടി ലേഡി മാക്ബത്ത് തകർന്നു. ലേഡി മാക്ബത്ത് ഭർത്താവിനോട് പറയും, ഞാൻ അങ്ങനെ കൊല്ലാൻ പറഞ്ഞെന്ന് വിചാരിച്ച് നിങ്ങൾ ഓടിപ്പോയി അങ്ങനെ കൊല്ലാമോ? അതോടുകൂടി അവർ തകർന്നു. യെസ്. പക്ഷേ കൊന്നു കഴിഞ്ഞപ്പോ മാക്ബത്തിന് ധൈര്യം കൂടി. ഇനി എത്ര പേരെ കൊല്ലാമെന്നുള്ള ധൈര്യം കൂടി. യെസ്. അപ്പോൾ കുറ്റകൃത്യം ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് വരെ സ്ത്രീകൾക്കും, ചെയ്തു കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ അവർ അധൈര്യപ്പെടുകയും, എന്നാൽ പുരുഷൻ കുറ്റകൃത്യം ചെയ്യുന്നത് വരെ അധൈര്യപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ ധൈര്യപ്പെടുകയും ചെയ്യുന്നു. അപ്പൊ ഇനി ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ഷേക്സ്പിയറിന്റെ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുവോ വിയോജിക്കുന്നു? Agree or disagree? You agree or disagree with the opinion of Shakespeare? ആദിത്യ പറയൂ. ആദിത്യക്ക് തോന്നുന്നു. Yes, I agree. മനീഷയും പറയുന്നുണ്ട് I agree. Yes. Okay. Yes. ഈ നാടകം വായിക്കുമ്പോഴേ നമുക്കൊരു കാര്യം നല്ല രസകരമായിട്ട് തോന്നും. അതായത് ഈ ഡങ്കനെ കൊന്നത് മാക്ബത്താണ്. പക്ഷെ മാക്ബത്താണ് കൊന്നത് എന്നുള്ള കാര്യം അദ്ദേഹത്തിന്റെ ഭാര്യയായ ലേഡി മാക്ബത്തിനല്ലാതെ വേറെ ആർക്കും അറിയില്ല. അപ്പൊ നമുക്കൊരു സംശയം തോന്നും, ഈ നാടകം അവസാനിക്കണ്ടേ? കുറ്റകൃത്യം ചെയ്തത് ആരാണെന്ന് അറിയുകയും വില്ലൻ പിടിക്കപ്പെടുകയും ചെയ്യണ്ടേ? അപ്പൊ എങ്ങനെ പുറത്തറിയും? ലേഡി മാക്ബത്ത് ഒരിക്കലും തന്റെ ഭർത്താവിനെ ഇത് പറയില്ല. പിന്നെ ഇത് എങ്ങനെ അറിയും? ആരുമില്ല തെളിവ്. ഈ മാക്ബത്തിന്റെ ഭാര്യ മാത്രമാണ് മാക്ബത്ത് ഡങ്കനെ കൊല്ലുന്നത് കണ്ട ഏക ദൃക്സാക്ഷി, വേറെ ആരുമില്ല. പക്ഷെ അതിന് കഥാകൃത്ത് ഷേക്സ്പിയർ എടുക്കുന്ന ഒരു ടെക്നിക്ക് ഉണ്ട്. അതായത് ഈ ലേഡി മാക്ബത്തിന് ഉറക്കത്തിൽ കിടന്ന് വിളിച്ചു പറയുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പൊ തന്റെ ഭർത്താവ്
മാൽപ്പത്തിനെ കൊന്നതിന്റെ നീറ്റിലിങ്ങനെ ഉള്ളിൽ ഇങ്ങനെ കിടന്ന് അവബോധം മനസ്സിലിങ്ങനെ മനുഷ്യനിലേക്ക് ഒരു ദിവസം രാത്രി ലേഡി മാക്ബത്ത് ഉറക്കത്തിൽ വിളിച്ചു പറയും, എന്റെ ഭർത്താവാണ് ഡങ്കനെ കൊന്ന് വിളിച്ചു പറയും, ഉറക്കത്തിൽ വിളിച്ചു. അപ്പോ ലേഡി മാക്ബത്ത് കിടക്കുന്ന കട്ടിലിന്റെ താഴെ കിടക്കുന്ന തോഴി ആ സമയത്ത് ഉറങ്ങിയിട്ടുണ്ടായില്ല. അവരത് കേട്ടു. പിന്നെ പറയേണ്ടത് അങ്ങനെയാണ് സ്കോട്ട്ലൻഡ് എന്ന് പറയുന്ന രാജ്യത്ത് ഡങ്കനെ കൊന്നത് മാക്ബത്ത് ആണ് എന്നൊരു കിംവദന്തി പരക്കുന്നുണ്ട്. യെസ്, ഇതിനകത്ത് നമുക്ക് വേറെ കാര്യം കൂടി നമുക്ക് കാണാൻ സാധിക്കും. മാക്ബത്തിന് ഒരു വരം കിട്ടിയിട്ടുണ്ട്. അമ്മ പ്രസവിച്ച ആർക്കും മാക്ബത്തിനെ കൊല്ലാൻ പറ്റില്ല. ഏറ്റവും വലിയ ക്ലൈമാക്സിൽ ഡങ്കന്റെ മകനും മാക്ബത്തും തമ്മിൽ യുദ്ധം ചെയ്യുകയാണ്. ആ യുദ്ധം ചെയ്യുമ്പോൾ മാക്ബത്ത് ഡങ്കന്റെ മകനോട് പറയും, നിനക്കൊരിക്കലും എന്നെ തോൽപ്പിക്കാനോ കൊല്ലാനോ പറ്റില്ല. കാരണം നിന്നെയും ആര് പ്രസവിച്ചതാണ്? ഒരു അമ്മ പ്രസവിച്ചതാണ്. അമ്മ പ്രസവിച്ച ആർക്കും എന്നെ കൊല്ലാനായിട്ട് പറ്റില്ല. അങ്ങനെ ഒരു വരം അടുത്തുണ്ട് മാക്ബത്തിനുണ്ട്. അപ്പൊ നമുക്ക് തോന്നുന്നുണ്ട്, അപ്പൊ വില്ലൻ പരാജയപ്പെടണ്ടേ? എല്ലാ നാടകമായാലും സിനിമയായാലും ലാസ്റ്റ് വരുമ്പോൾ വില്ലൻ തോക്കണ്ടേ? ഇപ്പൊ ഇവിടുത്തെ വില്ലൻ മാക്ബത്താണ്. അപ്പൊ മാക്ബത്ത് തോക്കുന്നില്ല. പക്ഷെ അതിന് ഈ ഡങ്കൻ രാജാവിന്റെ മകൻ പറയുന്ന കാരണമുണ്ട്. എന്നെ എന്റെ അമ്മ പ്രസവിച്ചതല്ല, എന്നെ എന്റെ അമ്മ ഓപ്പറേഷൻ വഴി എന്റെ പുറത്തേക്ക് എടുത്താണ്. അപ്പോ അതൊരു നോർമൽ ഡെലിവറി അല്ല. നോർമൽ ഡെലിവറി ആണെങ്കിൽ എന്ത് പറയാൻ പറ്റും? അമ്മ കുഞ്ഞിനെ പ്രസവിച്ചു എന്ന് പറയാൻ പറ്റും. യെസ്, അപ്പൊ ഐ വാസ് ബോൺ നോട്ട് നോർമലി. പക്ഷെ ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കൃതി എഴുതുന്ന കാലഘട്ടത്തും സിസേറിയൻ എന്ന് പറയുന്ന സംഗതിയെ കുറിച്ച് അറിവുണ്ടായിരുന്നതാണ്. അതുകൊണ്ടാണല്ലോ ഷേക്സ്പിയറിന്റെ നാടകത്തിൽ തന്നെ പറഞ്ഞത്. യെസ്, അപ്പൊ അത് ആ ഒരു സിസ്റ്റം അന്ന് നിലനിന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്തത് ശ്യാം, SHYAM, ശ്യാം. Painted, PAINTED, painted a tree. Shyam painted a tree. Okay, very good. കഴിയുമ്പോൾ പറഞ്ഞാൽ മതി. പാസീവ് വോയിസ് ആയിരിക്കും. കഴിയുമ്പോൾ പറയണേ. പറഞ്ഞോളാം.
A tree was painted by Shaw. അടുത്തത് she looked after LOOKED looked after the baby BABY. She looked after the baby. Very good. കഴിയുമ്പോ പറഞ്ഞാൽ മതി ആദിത്യ. Sharadu, the baby was looked after by her. The baby was Looked after by her. by her. Okay, okay. അടുത്ത they made these THESC these boards 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 a year ago. They made these boards a year ago.
കഴിവ് പറയുന്ന ആദിത്യ. The boats were made a year ago by them. These boats This were made a year ago by them. Okay. ഇത്ര നേരം പറഞ്ഞുപോയി വളരെ എളുപ്പമുള്ള വാചകങ്ങളൊക്കെയാണ്. ഞാൻ ഒന്ന് മാറ്റി പിടിക്കണേ. സെന്റൻസ് തരാം. Did anybody ANY BODY anybody disturb him DISTURB disturb him an hour HOUR an hour ago AGO. I will once again. Did anybody disturb him an hour ago? Question mark. Okay. ചെയ്യാൻ പറ്റുമോ? ടൈമർ പറഞ്ഞോട്ടാ ആദിത്യ. starting was വരൂ. Question Yes. Was he disturbed an hour ago by anybody? Answer. They did not help her, HELP, help her last month. They did not help her last month.
ഡിഡ് നോട്ട് ഹെൽപ്പ് ഹെർ, അത് വാസ് നോട്ട് ഹെൽപ്ഡ് ആവും. അപ്പൊ മുഴുവൻ പറഞ്ഞ് ഷി വാസ് നോട്ട് ഹെൽപ്ഡ് ലാസ്റ്റ് മന്ത് ബൈ ദം. കറക്റ്റ്. അപ്പൊ ഡിഡ് വരുമ്പോ വാസ് വരുമോ? അത് സിമ്പിൾ പാസ്റ്റ്. അതായത് ഡിഡ് വരുന്നത് എപ്പോഴും പാസ്റ്റിന്റെ ഫോം. ആ. ഡിഡ് പ്ലസ് ഡിസ്റ്റർബ് എന്ന് പറയുമ്പോൾ ഡിസ്റ്റർബ് എന്നാണ് അർത്ഥം. ഓക്കെ. അപ്പോ ഐ വെന്റ്, ഞാൻ പോയിട്ടില്ല എന്നാണെങ്കിൽ ഐ ഡിഡ് നോട്ട് ഗോ എന്നാ പറയും. ഐ ഡിഡ് നോട്ട് വെന്റ് എന്ന് പറയും. ഡിഡ് കഴിഞ്ഞാല് പ്രസന്റ് ഉപയോഗിക്കാവൂ, പക്ഷെ അർത്ഥം പാസ്റ്റ് ടെൻസിലേക്ക്. അടുത്തത് ഡിഡിന്റ്, DIDN apostrophe D, didn't anybody, ANYPODY, anybody, IRON, the shirt, 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 yesterday, question mark. Didn't anybody IRON the shirt yesterday? അയ്യാണ്ട് എന്നാണോ അയ്യൺ എന്നാണോ ക്വസ്റ്റ്യൻ? ഡിഡിന്റ് എനിബഡി അയൺ ദ ഷർട്ട് യെസ്റ്റർഡേ, അങ്ങനെയല്ലേ ക്വസ്റ്റ്യൻ? അല്ല, ഡിഡിന്റ് the shirt iron yesterday, അയില്ല. ഡിഡിന്റ് ഷർട്ട് iron, IRON. Didn't anybody iron എന്നാണ്. Didn't anybody അയണ്ട് iron. ഡിഡ് വന്നു കഴിയുമ്പോ iron എന്ന് പറയൂല, IRON. ഓക്കെ. ഷർട്ട്. ഈ ക്വസ്റ്റ്യനിൽ സ്റ്റാർട്ടിങ് ഡിഡിന്റ് വരുമ്പോ ആൻസറിൽ വാസ് നോട്ട്, wasn't the shirt ironed yesterday by any. wasn't the shirt ironed yesterday. By Wasn't the shirt ironed yesterday. അടുത്തത് did you believe, BELIEVE, believe them, THEM. Did you believe them? Question mark. Okay, there you go.
them മാറി they ആവില്ലേ അവിടെ? them are there. Okay. അപ്പൊ they വരുമ്പോ വാസിന് പകരം വേറെ അല്ലേ? Where they were. Where they believed. First participant. Where they believed by you. Okay. Where they believed by you. Yes. They did not. They did not receive receive the parcel. The parcel was not received by them. Okay, correct. The intention of matter here. They will take it. They will take it. Okay. This is what I know. നമ്മൾ പഠിച്ചിട്ടുള്ള ഏത് ടെൻസായിട്ട് വേണമെങ്കിൽ പറയാം. They will take it എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള ആ 9 ടെൻസിൽ ഏത് വരുമെന്ന് പറയാം. ഇത് വരുന്നത് സിമ്പിൾ ഫ്യൂച്ചർ ആണ്. ഇതാ വരുന്നത് സിമ്പിൾ ഫ്യൂച്ചർ. സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് വിൽ അല്ലെങ്കിൽ ഷാല് പിന്നെ വെർബ്, ആ വെർബിന്റെ പ്രസന്റ് ടെൻസ്, അതാണ് സിമ്പിൾ ഫ്യൂച്ചർ. അവിടെ ദേ വിൽ ടേക്ക് ഇറ്റ് അല്ലെ, ദേ സബ്ജക്റ്റ് ആണ്, വില്ല് വന്നിട്ടുണ്ട്, ടേക്ക് പ്രസന്റ് ടെൻസ് വന്ന് വെർബാണ്. അപ്പൊ അങ്ങനെ തന്നിരിക്കുന്ന വാചകം സിമ്പിൾ ഫ്യൂച്ചർ ആണെങ്കിൽ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറോ വാസ് അല്ലെങ്കിൽ വേറോ ചേർത്തല്ല അതിന് പാസീവ് വോയിസ് ചെയ്യേണ്ടത്. വേറൊരു രീതിയിലാണ് സിമ്പിൾ ഫ്യൂച്ചർ ആണെങ്കിൽ. കോമൺ ആയിട്ടുള്ള നിയമത്തിന് വ്യത്യാസമില്ല. ഏത് ആദ്യം ഓബ്ജക്റ്റ് കണ്ടുപിടിക്കണം, ദേ ദം ആവും, ഷീ ഹെയർ ആവും, ഹി ഹിം ആവും, അതിനൊന്നും വ്യത്യാസമില്ല. അതൊക്കെ അതുപോലെയൊക്കെ തന്നെ. യെസ്. അപ്പൊ നമുക്ക് ഇത് സിമ്പിൾ ഫ്യൂച്ചർ ആണ്. ആദ്യം ഓബ്ജക്റ്റ് ഓബ്ജക്റ്റ്. ഓബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം വില്ല് അല്ലെങ്കിൽ ഷാൻ ഏതെങ്കിലും ഒന്ന്, വില്ല് ഓർ ഷാൻ. വില്ല് ഒരു സ്ലാഷ് വരുക, ഷാൻ, വില്ല് ഓർ ഷാൻ പ്ലസ് ബി പ്ലസ് വെർബ് വി. എന്നിട്ട് അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ബ്രാക്കറ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ. അപ്പൊ നമുക്ക് പറയാം സബ്ജക്റ്റ് ആദ്യം എഴുതി, വില്ലല്ലെങ്കിൽ ഓബ്ജക്റ്റ് ആദ്യം എഴുതി, വില്ലല്ലെങ്കിൽ ഷാൽ എഴുതി, പിന്നെ വെർബ് എഴുതി, സബ്ജക്റ്റ് ഓബ്ജക്റ്റ് ആദ്യം എഴുതി, വില്ലല്ലെങ്കിൽ ഷാൽ എഴുതി, ബി എഴുതി, പിന്നെ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പൊ നമുക്ക് എക്സാമ്പിൾ നോക്കാം. They will take it എന്നാണ് പറഞ്ഞേക്കണേ. എന്തെടുക്കുക, ഇതെടുക്കുക. അപ്പൊ എന്തെന്നുള്ള ആൻസറാണ് ഇറ്റ്. ഇറ്റ് വിൽ ബി ടേക്കൺ ബൈ ദം. ഇറ്റ് വിൽ ബി ടേക്കൺ ബൈ ദം. ഇതാണ് ആൻസർ. ഓക്കെ, ഇറ്റ് വിൽ ബി ടേക്കൺ ബൈ ദം.
ഒബ്ജക്റ്റ് എഴുതി ഓക്കെ. ഇനി ഇതേ മോഡൽ വേറെ സാധനം ചെയ്യാം. somebody will buy buy this car, this car very soon. Somebody will buy this car very soon. ചെയ്യാൻ പറ്റും നോക്കി. വെർബ് വിൽ ബൈ എന്നുള്ളത് വിൽ ബി ബോട്ടും. യെസ് കറക്റ്റ്. അപ്പോൾ ആൻസർ നോക്കിയത് അപ്പോ ദിസ് കാർ വിൽ ബി ബോട്ട് വെരി സൂൺ ബൈ സംബഡി. ഓക്കെ കറക്റ്റ്. അടുത്തത് they will visit us. They will visit 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 us after a week. They will visit us after a week. Okay, very good. അസ് എന്നുള്ളത് വി ആകും. യെസ് പറഞ്ഞു. അപ്പോൾ കറക്റ്റ് ആണ്. വി വിൽ ബി വിസിറ്റഡ് ആഫ്റ്റർ എ വീക്ക് ബൈ ദ. ഓക്കെ കറക്റ്റ്. ഓക്കെ, നമുക്ക് കൂടെ സ്റ്റോപ്പ് ചെയ്യാം. ആദിത്യ, എനിക്ക് നല്ല എന്താ പറയാ പനിയുണ്ട്. അപ്പൊ അതിന്റെ പേരിൽ ഐ ആം നോട്ട് ആൾസോ. ഓക്കെ സർ, താങ്ക് യു സർ.